ഇനിയിപ്പോ നമ്മൾ നേരെ പോകുന്ന ആരടുത്തേക്കായിരിക്കും ഞാൻ പറയാം. സഹിൻ സാർ വിളിക്കുന്ന പേരും നമ്മൾ വിളിക്കുന്ന പേരും ഞാൻ വിളിക്കുന്നത് മനസ്സിലായില്ല. സേതു വിളിക്കുന്ന പേരും ഞങ്ങൾ എല്ലാവരും വിളിക്കേണ്ടി വരുന്ന പേരും എന്താ? അദ്ദേഹത്തെ പാപ്പൻ. പേടിച്ചു ഒരു വേള. അല്ല, പാപ്പന്റെ അടുത്തേക്ക് നമ്മൾ ഈ നടക്കുന്ന സമയത്ത് സഹിൻ സാറിന് ബർത്ത്ഡേ ആയിട്ട് എന്താ പരിപാടി? പ്ലാൻ എന്താ? എല്ലാവർക്കും ചെലവുള്ള കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു. ഓക്കെ ഓക്കെ, അതിനിപ്പോ നാളെ എത്താൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമില്ല, ഉച്ച കഴിയുമ്പോ ഞങ്ങൾ പാപ്പൻ തന്നിരിക്കുന്ന നിർദ്ദേശം പാപ്പൻ ഞങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സേതു പാപ്പനും പിള്ളേരും ഇവിടെ ഉണ്ടാകും, പാപ്പനെ ഏൽപ്പിക്കാം. ഓക്കെ പാപ്പ, കഴിഞ്ഞു പരിപാടി, കഴിഞ്ഞു. കൊടി ഇറങ്ങുക. അപ്പൊ ആരാണ് മുത്തമിടുക? എവിടെ? സ്വർണ്ണക്കപ്പിൽ. തൊട്ട് ബാക്കിൽ നിന്നവർ തൃശ്ശൂരാണ്. തൃശ്ശൂര് മുത്തം ഇടുമെന്ന് ഉറപ്പിച്ച് പറയുക. കടുത്ത മത്സരമാണ്. കണ്ണൂരിനെ പാപ്പന് എന്തെങ്കിലും സങ്കടം ഉണ്ടോ? നമ്മുടെ ജില്ല 2 ജില്ല പുറകിലായി പോയി. അല്ല, അതല്ല, മൊത്തത്തിൽ എന്തെങ്കിലും ഒരു സങ്കടം, ഒരു ശോക സീനാണോ? അല്ല, അവസാനിക്കുന്നതിന്റെ ഒരു സങ്കടം നേരിയതായിട്ട്. എന്താ നമ്മള് ഭയങ്കര രസമുള്ള 5ാം ദിനം. അതെ, കലകളുടെ പൂരം. ഇവിടെ ഇന്ന് ഉച്ചയോടുകൂടിയൊക്കെ മത്സരങ്ങൾ തീരും. വൈകുന്നേരമാണ് സമാപന സമ്മേളനം. സമ്മേളനത്തില് ഉദ്ഘാടകൻ പ്രതിഷ്ഠിതാവ് വി.ഡി. സതീശൻ, ഒപ്പം 2 സിനിമാ താരങ്ങൾ, ആസിഫ് അലിയും ടോവിനോ തോമസും. ആസിഫ് അലി നേരത്തെ പേര് ഉണ്ടായിരുന്നില്ല, ടോവിനോ തോമസ് പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതൊരു സർപ്രൈസ് സെന്റർ പോലെയാണ് ആസിഫ് അലിയെ കൂടി കൊണ്ടുവന്നത്. അപ്പം അത് മാത്രമല്ല, വേദി തിക്കും തിരക്കും ഉണ്ടാവുകയും നമുക്കറിയാലോ, പണ്ട് ഇത് ഈ കപ്പിന് വേണ്ടി പിടിവലിയൊക്കെ ഉണ്ടായി. അത് ചാനലുകളുടെ മത്സരത്തിനിടയിലൂടെ കപ്പ് ഒടിഞ്ഞുപോയി. അപ്പൊ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടൊരു നിബന്ധനയുണ്ട്. തവണ 8 പേര് കൂടുതൽ ചെയ്യാൻ അതിനകത്ത് സ്റ്റേജിലേക്ക് കയറാൻ പാടില്ല. ആ 8 പേർക്ക് ID കാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു നല്ല തീരുമാനമാണ്. ഇപ്പൊ നമുക്കിപ്പോ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഫുൾ ടീം ഇവിടെ ഉണ്ട്. അതെ, ഇവിടെ നിന്ന് വരുമല്ലോ. നമുക്ക് ഇപ്പം സുജിത്തേട്ടനാണ് നമ്മളെ കൊച്ചിന്ന് ഇങ്ങ് വരെ കൊണ്ടുവന്നത്. സുജിത്തേട്ട ഇപ്പൊ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. കുറച്ച് ബില്ലുകളൊക്കെ വരും, അതൊക്കെയാണ് അടുത്ത പരിപാടി. പക്ഷെ നല്ല കലോത്സവമായിരുന്നു. കുറെ എന്താ വെച്ചാൽ ഈ അതിന്റെ ഒരു സംഘാടന മികവ് കൊണ്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കലോത്സവം അല്ലേ. അപ്പീൽ പ്രവാഹം ഉണ്ടായില്ല, മത്സരങ്ങൾ അനന്തമായി നീണ്ടില്ല, സമയക്രമം അനുസരിച്ചൊക്കെ ഏതാണ്ട് മത്സരങ്ങൾ കഴിഞ്ഞുപോയി. പ്രധാനമായിട്ടും നാടകം അവിടെയൊക്കെയാണല്ലോ വലിയ സംഘർഷവും അങ്ങനെയൊക്കെ പറഞ്ഞ എല്ലാ നാടകത്തിനും ഉത്സവത്തിനും ഉണ്ടാകുന്ന പ്രശ്നം. അതൊക്കെ ഇപ്പൊ കുറവ്, വലിയ പരാതികളില്ലാതെ ഒരു കലോത്സവമായിരുന്നു. പിന്നെ നമ്മുടെ ടീമിനെ സംബന്ധിച്ചാണെങ്കിൽ ഈ കലോത്സവം റിപ്പോർട്ട് നമ്മുടെ പുതിയ ചാനലാണ്. പല ചാനലിൽ നിന്ന് വന്ന് ചേർന്നിട്ട് പുതിയ സംഘമായി മാറിയവരാണ് നമ്മളെല്ലാം. പക്ഷേ എനിക്ക് വലിയ സന്തോഷം, അങ്ങനെ ഒരു ആദ്യമായൊരു വലിയ ഇവന്റ് കവർ ചെയ്യുന്നതിൻ്റെ ഒരു ഇതില്ലാതെ ആദ്യത്തെ ദിവസം തന്നെ നമ്മളൊരു യൂണിറ്റായി മാറി. എന്നിട്ട് നല്ല എണ്ണം പറഞ്ഞ സ്റ്റോറികൾ ഉണ്ടാക്കാൻ പറ്റി. നല്ല സ്ക്രീനിന് നല്ല വൈബ്രൻസി ഉണ്ടായിരുന്നു. ടോട്ടലി നമ്മൾ തന്നെ അഞ്ചു ക്രൈം റിപ്പോർട്ടറാണ് നമ്മുടെ. അതെ, അല്ല 5 ക്രൈം റിപ്പോർട്ടർ മാത്രമല്ല മഹേഷ് ചേട്ടാ, ഇവിടെ വന്നിട്ട് പോലീസുകാരെ പുറകെ ആയിരുന്നു. പോലീസുകാരിലെ കല കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പൊ 5 എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കലോത്സവത്തിന്റെ പൊതുവായി? നമ്മളെന്തായാലും പൊളിച്ച്, പിള്ളേരും പൊളിച്ചു. വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ സംഘാടക മികവ് തന്നെയാണ്. എല്ലാ തവണ എല്ലാ കലോത്സവത്തിലും അടിയും പിടിയൊക്കെ പൊതുവായിട്ട് കാണാൻ പറ്റുന്ന, പക്ഷെ ഇത്തവണ ഒന്നുമില്ല. സ്റ്റേജിലുള്ള പിള്ളേരുടെ കളി കണ്ട് ഇവിടുന്ന് നമ്മൾ കൈയടിക്കുക എന്നല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കയ്യാങ്കളി ഇല്ല എന്നുള്ളത് തന്നെയാണ് വലിയ സന്തോഷം. പിന്നെ ആളുകളുടെ ഒരു വലിയൊരു കുത്തൊഴുക്ക് എല്ലാ പരിപാടികളിലും കാണാൻ പറ്റി. നാടകങ്ങളും അങ്ങനെയൊക്കെ എല്ലാം വലിയ മികവ് പുലർത്തിയിട്ടുള്ള ഒരു കലോത്സവമായിട്ട് മാറി. നമ്മളും അതിനൊപ്പം തന്നെ മികവ് പുലർത്തി പ്രേക്ഷകരിലേക്ക് എത്തി എന്നുള്ളതാണ്, നമ്മുടെ തൊപ്പിയും എത്തി എന്നുള്ളതാണ്. അപ്പം അഖില ഇവിടെ വളരെ നല്ല സ്റ്റോറികൾ എടുത്തു പറയാവുന്ന വളരെ നല്ല സ്റ്റോറികൾ ഈ എല്ലായിടത്തും ഉണ്ടെന്ന് വെച്ചാൽ അഖില എല്ലായിടത്തും ഉണ്ട്. എന്നാ പലപ്പോഴും അഖിലെ കാണാനില്ല. പിന്നീട് അഖിലയുടെ സ്റ്റോറി വരുമ്പോഴേ ഇതിന്റെ പുറകെ ആയിരുന്നല്ലേ. അങ്ങനെ ചില നമ്മുടെ മനസ്സുകളിൽ സത്യം പറഞ്ഞാല് തൊടുന്ന സ്റ്റോറികളാണ്. അത് പലപ്പോഴും ഇപ്പൊ ഇല്ലാതാവുന്ന ഒരു കാലത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തീർച്ചയായും സച്ചുവിന്റെ സ്റ്റോറി, അതേപോലെ മാഷിന്റെ, ജയരാജൻ മാഷിന്റെ ഒക്കെ സ്റ്റോറി അത്രമേൽ ഗംഭീരമായിരുന്നു. അഖിലകത്ത് ഒരു മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് കൂടിയാണ് കലയ്ക്കപ്പുറത്തേക്ക് കടന്നു പോകുന്നുണ്ട്. അത് എങ്ങനെ ഉണ്ടായിരുന്നാലും കലോത്സവത്തിന്റെ
അനുഭവം ഇത്തവണ തിരുവനന്തപുരത്ത്? ഞാൻ വളരെ ഹാപ്പിയാണ്. നമ്മുടെ ചാനലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യന്മാരെ പിന്നാലെയായിരുന്നു. അതായത് ഈ ആരവങ്ങളോ ഇതിലുള്ള ഈ ഒരു ഫാൻസി രൂപമോ അതിൻ്റെ പിന്നാലെയൊന്നുമല്ല. നമ്മൾ അതായത് പച്ചയായ മനുഷ്യൻ്റെ പിന്നാലെ പോയി നല്ല സ്റ്റോറികൾ നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ ഒരു വ്യത്യസ്തമായൊരു രീതി നമ്മൾ കാണിച്ചു കൊടുത്തു ന്യൂസ് മലയാളം. അതാണ് എനിക്ക് തോന്നിയത്. നമുക്ക് ഇപ്പം കൂടെ ഒരു ന്യൂജൻ ആവാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ് ഉണ്ടാവുക. നേരത്തെ ഒറ്റ കളർ ഷർട്ടൊക്കെ ഇട്ട് നടന്ന ആളാണ്. കലോത്സവം ആയതോടുകൂടി എന്തൊക്കെയോ കളറുകൾ വാരി തേച്ച ഡ്രസ്സൊക്കെ വാങ്ങി വാൻഗോഗിനെയും സൂര്യകാന്തി പൂക്കളെ കറണ്ടാത്തുണ്ട് സാറില്ല. അപ്പോൾ ഏതായിരുന്നാലും തിരുവനന്തപുരത്ത് അതിൻ്റെ കലോത്സവം ഫോട്ടോ ഫിനിഷിലേക്ക് പോവുകയാണ്. 965 പോയിന്റോടുകൂടി തൃശ്ശൂർ മുന്നിലിരിക്കുന്നു. പാലക്കാടും അതുകൂടാതെ തന്നെ കണ്ണൂരും ഏറ്റവും അവസാനം. ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ആകെ 10% പരിപാടികൾ മാത്രമേ പൂർത്തിയാക്കാനുള്ളൂ. അത് ഇന്ന് ആ ഒരു 10% കൂടെ പൂർത്തിയാകുമ്പോൾ 249 പരിപാടികൾ അവസാനിക്കും. ആ സമയത്ത് ആരാണ് ജയിക്കുക എന്നറിയാനുള്ള ഏറ്റവും വലിയ ഒരു ആകാംക്ഷയിലാണ് തിരുവനന്തപുരം. പിന്നെ ഈ അനന്തപുരം എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ഈ കലോത്സവം അതിഗംഭീരമായി ഇവിടെ സംഘാടനം ചെയ്യപ്പെട്ടു. നല്ല കുറേ ആളുകൾ വന്നു. ഇന്നലെ നമ്മുടെ ഇത് വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ ഏറ്റവും അവസാനം അവർ വന്നിട്ട് ഈ മത്സരം എല്ലാം കഴിഞ്ഞ് അവരിങ്ങനെ ചിരിക്കുന്ന സമയത്ത് ആ ഉണ്ണിഭാഷ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ മക്കൾ ചിരിച്ചു. അങ്ങനെ ഒരു ദുരന്തത്തിൽ നിന്ന് വന്ന് ചിരിക്കാൻ കഴിയണമെങ്കിൽ അത് കല തന്നെ വേണം എന്നുള്ളതാണ്. അങ്ങനെ കല കൊണ്ട് കുറേ മനുഷ്യന്മാർ ചിരിച്ച, കുറേ മനുഷ്യന്മാർ സന്തോഷിച്ച, എല്ലാവരും ഒത്തുചേർന്നൊരു വലിയ ഒരു പൂരത്തിനാണ് കൊടിയിറങ്ങുന്നത്. അതിൻ്റെ എല്ലാ സന്തോഷത്തിലുമാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് യഥാർത്ഥത്തില് ഈ പോയിന്റ് നമ്മൾ നോക്കുമ്പോൾ ഇനി കുറച്ച് ജനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് അപ്പോഴും നേരിയ വ്യത്യാസമേ ഉള്ളൂ. ഇഞ്ചോടിഞ്ച് പോരാട്ടം. പാലക്കാടും അതുപോലെ കണ്ണൂരും ഒക്കെ തമ്മിൽ 965 പോയിന്റാണ് തൃശ്ശൂരിനുള്ളത്, 961 പോയിന്റ് പാലക്കാട്, പിന്നെ കണ്ണൂർ. അപ്പൊ ഇവർ തമ്മിൽ ഈ 10 മത്സരങ്ങൾ ആര് വിജയിപ്പിക്കും അതാണ് തൊട്ടുപുറ കോഴിക്കോട്. അപ്പൊ ഈ ഒരു 10 ഇനി അവശേഷിക്കുന്ന, അതായത് 249-ൽ 239 10 ഈ 10 ആര് വിജയിപ്പിക്കുമെന്ന ഏറ്റവും നിർണായകമായ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്കാണ് നമുക്ക് ഇനി അടുത്ത മണിക്കൂറുകൾ പോകുന്നത്. അവിടെ ന്യൂസ് മലയാളം ഒപ്പം ഉണ്ടാകും. യെസ്, ഇനി അഞ്ജനയാണ് ഇവിടെ വന്ന് 2-3 സ്റ്റെപ്പൊക്കെ ഇട്ട് കളറാക്കി. അഞ്ജന എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളി കലോത്സവമായിരുന്നു. ഇപ്പം ഞാൻ ആലോചിക്കായിരുന്നു, പണ്ടൊക്കെ കലോത്സവത്തിലൊന്ന് മത്സരിക്കുന്നതായിരുന്നു എളുപ്പം. ഇവിടെ റിപ്പോർട്ടറായിട്ട് വന്നപ്പോഴാണ് നല്ല പണി. അവിടെ ഒരു മത്സരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോവാം, അത്രയേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം വൈൻഡപ്പ് ഉറങ്ങിയാലും ഉറങ്ങി 5 ദിവസമായിട്ട് ഉറക്കവേ ഇല്ല. പക്ഷെ നല്ലൊരു കലോത്സവമായിരുന്നു. നമ്മൾ പറയല്ലോ അതിജീവനത്തിന്റെ കലോത്സവമായിരുന്നല്ലോ. മലയാളികളെ കൊണ്ട് ഇങ്ങനെ പറ്റും. മലയാളി പൊളിയാണ്. അഞ്ജന നല്ല സ്റ്റോറികൾ അഞ്ജനയും ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എടുത്തു പറയാൻ കുറച്ച് സ്റ്റോറികൾ. അഞ്ജന ഒരു നർത്തകി കൂടി ആയതുകൊണ്ടുള്ള നർത്തകി ആയതിന്റെ ഒരു സാധനം അത് എല്ലാ സ്റ്റോറികളിലും കാണാനുണ്ടായിരുന്നു. അതെ, നമ്മള് പോയ ഒരു സ്ഥലമാണല്ലോ, നമ്മൾ വളർത്തിയ ഒരു സ്ഥലമാണ് ഇത്. ഒരു റിപ്പോർട്ടർ ആവണം അല്ലെങ്കിൽ ഒരു മീഡിയയിലേക്ക് വരണമെന്നൊക്കെ ഒരു പ്രചോദനം കിട്ടിയത് ഈ കലോത്സവ വേദികളിൽ നിന്നൊക്കെയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ നിന്ന് വന്നായതുകൊണ്ട് ഇവിടുത്തെ സ്റ്റോറികൾ തന്നെ നമുക്ക് നാട്ടിലെ എത്തിക്കാൻ. അടിപൊളിയായി. കൃഷ്ണപ്രിയ, KP പരിപാടി കഴിഞ്ഞു. അങ്ങനെ 4-5 ദിവസത്തെ പരിപാടികളായിരുന്നു. ആകെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ വേദികളിലും എത്തിപ്പെടാൻ പറ്റിയില്ല. എനിക്ക് നമ്മളെല്ലാവരും പലയിടത്തും ആയിരുന്നു. നല്ല നല്ല സ്റ്റോറികൾ കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ പോയായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു കലോത്സവത്തിന്റെ എന്താ പറയുക, ആ സ്കൂളുകളിൽ നിന്നൊക്കെയുള്ള ആ ഒരു വൈബ് ഉണ്ടല്ലോ, അത് നമുക്ക് കൃത്യമായിട്ട് എനിക്ക് എത്തിപ്പെടാൻ പറ്റില്ല. പക്ഷേ ആകെ മൊത്തം അടിപൊളിയായിരുന്നു. നല്ല ടീമായിരുന്നു. നന്നായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയ കുറേ സ്റ്റോറികളൊക്കെ ചെയ്യാൻ പറ്റി, ആൾക്കാരെ കാണാൻ പറ്റി. എന്തോരം ഇമോഷൻസ് ആണ് നമ്മൾ കണ്ടത്. സത്യം അടിപൊളിയായിരുന്നു. ഓക്കെ, ശരി. ഇനിയാണ് നമ്മുടെ ന്യൂസ് മലയാളത്തിന്റെ 2 കുട്ടിപ്പട്ടാളങ്ങൾ ഇവിടെ ഓടി നടന്ന് റീൽസ് തൊട്ട് നമ്മൾ വലിയ സ്റ്റോറി വരെ ചെയ്തു. കഴിഞ്ഞു സേതുജി, കഴിഞ്ഞു. ആദ്യത്തെ കലോത്സവം കഴിഞ്ഞു. അതിന്റെ വിഷമത്തിലാണ് ഞാനും സിയ സൂസനും. അങ്ങനെ കൊച്ചിയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തിയ സന്തോഷത്തിലായിരുന്നു ആദ്യം. ഇപ്പൊ തിരിച്ച് വീണ്ടും കൊച്ചിയിലേക്ക് പോകുന്നതിന്റെ വിഷമത്തിലാണ് ഞാൻ. ഇവിടെ നിൽക്കട്ടെ. മഹേഷ് ചേട്ടൻ എന്നെ ബ്യൂറോയിലേക്ക് എടുത്തു ഗൈസ്. എന്തായാലും വിഷമമാണ്, പോകുന്നതിൻ്റെ ഒരു വിഷമമാണ്. പക്ഷെ കലോത്സവം ഫുൾ ഫ്ലെഡ്ജ്ഡ് കലോത്സവം കണ്ടു. അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. കുറേ പേരെ പരിചയപ്പെട്ടു, പാർട്ടിസിപ്പൻസ്, ടീച്ചേഴ്സ്. അപ്പം അവരുടെയൊക്കെ ഒരു കോൺടാക്റ്റ് ഒക്കെ കിട്ടി. എനിക്ക് തോന്നുന്നു എനിക്കിഷ്ടപ്പെട്ടു. നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. നമ്മൾ നല്ലൊരു ടീമായിരുന്നു. നല്ല രീതിയിൽ എല്ലാവരും കൂടെ കൂട്ടായുള്ള പ്രവർത്തനം ഇഷ്ടപ്പെട്ടു. നല്ല
സസി എന്ന് വിളിച്ചാൽ വളരെ ശശിയല്ല ഞങ്ങൾ സസിനെ എല്ലാരും ശശി സാസി എന്നാണ്. സസി നല്ലത്. സാസി അതെ തന്നെ. എന്തായാലും മികച്ച ഒരു കലോത്സവമായിരുന്നു. ഒത്തിരി മെമ്മറീസ്, ഇവിടുന്ന് ഒരുപാട് മെമ്മറീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു മെമ്മറി എന്ന് പറയുന്നത് ഞാൻ പറയാം, ഇവിടെ ഒരു പണി നൃത്തം കിട്ടിയപ്പോഴേക്കും കണ്ടപ്പോഴേക്കും ഞങ്ങൾ ഓർത്തത്, പണി നൃത്തത്തിന്റെ ഗ്രൂപ്പിനെ ഞങ്ങളെ ബൈറ്റ് എടുക്കാൻ പോയപ്പോഴേക്കും അവർ വന്നപ്പോഴേക്കും ഭയങ്കര വിഷമം. അപ്പൊ ഞാൻ എന്ത് മക്കളെ ആ ടീമിന് എന്തോ പറ്റി, അപ്പൊ ടയേർഡ് ആണോ, എന്നാൽ നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞ് ബൈറ്റ് എടുക്കാം. അയ്യോ ഇല്ലേ ചേച്ചി ഞങ്ങൾ ഓണാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അവർക്ക് വിഷമം. അപ്പൊ നമ്മൾ ചോദിച്ചു എന്താടാ റിസൾട്ട് വന്നോ? അപ്പൊ പറഞ്ഞു ഇല്ലേ ചേച്ചി റിസൾട്ട് ഒക്കെ നമുക്ക് ഈഗറായിട്ടുണ്ട്. പിന്നെ നിങ്ങളെന്താ വിഷമിച്ചിരിക്കുന്നത്, പ്രശ്നം എന്താ? അപ്പൊ അവർ ചേച്ചി ഇത് കഴിഞ്ഞ എക്സാമാ, അതാ വിഷമം, ഇത് കഴിഞ്ഞാൽ നേരെ എക്സാം ഹാളിലോട്ടല്ലേ പോണ്ടേ എന്നൊക്കെ പറഞ്ഞു. അപ്പം അതൊക്കെ ഭയങ്കര ഒരു മെമ്മറി ആയിരുന്നു ഞങ്ങളുടെ. പിന്നെ അവരെ ഓണാക്കി എടുത്ത് പിള്ളേരൊന്ന് പറഞ്ഞാൽ മതി, അവരെല്ലാത്തിനും റെഡിയാണ്. അങ്ങോട്ട് ചാടണോ അത് റെഡി, ഇങ്ങോട്ട് ചാടണോ എല്ലാത്തിനും അവർ റെഡിയായിരുന്നു. ഇവരെ വിളിക്കാൻ വേണ്ടി ചാനലുകാർ വന്നു, ഏതോ സ്കൂളിലെ കുട്ടികളാണെന്നാണ്. ഏത് ജില്ല ഒരു ചാനലും ചോദിക്കാം നിങ്ങൾ ഏതാ ജില്ല? അപ്പൊ ഞാൻ പറഞ്ഞു ന്യൂസ് മലയാളം ജില്ല. ശരി ഇല്ല അടുത്ത ഐറ്റത്തിലുണ്ട്. നമുക്ക് ബിനിലേക്ക് പോവാം. ബിന്നില് ഇപ്പം ഈ കലോത്സവത്തിന്റെ പ്രത്യേകത, നമ്മൾ ഇന്നലെ ഒരു പ്രത്യേക പ്രോഗ്രാം തന്നെ ചെയ്തതാണ്. അത് ഈ ഗോത്ര കലകൾ കൊണ്ടുവന്നു. അത് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. 5 ഗോത്രം, ഏതൊക്കെ കലകൾ, അതിന്റെ പേര് എനിക്കറിയില്ല, പറയണം. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഞാനത് തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്ത ആളാണ്. തുടക്കം മുതൽ ഞാൻ അതിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ചെയ്ത 3 സ്റ്റോറി അതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. മംഗലംകളി ഉണ്ട്, അത് കാസർഗോഡ് നിന്നുള്ള പണി നൃത്തമുണ്ട്. ഇന്നിപ്പോൾ പളിയ നൃത്തമുണ്ട്, അതോടൊപ്പം തന്നെ ഇരുള നൃത്തം. ഇന്നലെ ഞാൻ ചെയ്ത സ്റ്റോറി ഇതാണ്. അതിപ്പോൾ ഓണർ പോകാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും വലിയ മാറ്റം അത് കലോത്സവത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അവർ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഈ മത്സരം കഴിഞ്ഞ് കഴിയുമ്പോൾ വിധികർത്താക്കളായിട്ട് വരുന്നത് അതേ ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ് വന്ന് സംസാരിക്കുക. അപ്പോൾ ഇന്നലെ ഞാൻ ഈ ഇരുനൃത്തം എടുത്തതിന് ശേഷം അവിടെ വന്ന അതിന്റെ വിധികർത്താവ് അയാൾ സംസാരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഈ കലോത്സവം ചരിത്രത്തെ അടയാളപ്പെടുത്തുന്നത് അതുകൂടിയാണ്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് അവഗണിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, അല്ലെങ്കിൽ അവർ അവിടെ വന്ന് ആ നൃത്തം ചെയ്യുമ്പോൾ അതിന്റെ പാട്ടുകൾ തന്നെ ഭയങ്കര രാഷ്ട്രീയമാണ്. അതിന് അവരുടെ ഈ ജീവനും ജീവിതവും അവരുടെ ചോരയും വിയർപ്പും എല്ലാമുള്ള പാട്ടുകളാണ്, ആ നൃത്ത ചുവടുകളാണ്. പ്രത്യേകിച്ച് ഇന്നലെ ഇരുനൃത്തത്തിൽ നമ്മൾ ചെയ്ത് അത് വയനാട്ടിൽ നിന്നുള്ള കുട്ടികളുണ്ട്. ഞാൻ അട്ടപ്പാടി എന്നുള്ള കലയാണത്, വയനാട്ടിൽ നിന്നുള്ളൊരു സ്റ്റോറിയാണ് ഞാൻ ചെയ്തത്. അതിൽ 2 കുട്ടികളാണ് അട്ടപ്പാടി എന്നുള്ള ആളുകൾ. ആ കുട്ടികൾ തന്നെയാണ് പഠിപ്പിച്ചതും. കൃത്യമായിട്ട് അവർ സംസാരിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ ജീവിതമാണ്, ഞങ്ങളിത് അത്രത്തോളം അറിഞ്ഞ് കളിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിത് അറിയാൻ സാധിക്കും ഒരു രാഷ്ട്രീയമെന്ന് അങ്ങനെ പറയുന്ന ആളുകളാണ്. അതോടൊപ്പം വലിയ മാറ്റം കലോത്സവം ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ മനുഷ്യൻ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഒരു കലോത്സവമായിരിക്കും ഈ കലോത്സവം. ഏറ്റവും അതിൻ്റെ ഔന്നത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഗോത്രകല ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്നുകൊണ്ട് കൂടിയാണ്. അവിടെ സുജിചന്ദ്രൻ, ലിജോ, ഇവരിങ്ങനെ പുറകില് ഇതിന്റെ പിന്നിൽ നിൽക്കുന്നത്, വെറുതെ നിൽക്കുകയല്ല, ഇവരെടുക്കുന്ന പണിയാണ്. ക്യാമറ ചീഫ് കൊണ്ട് വരാം, അത് വരാം. ലിജോ എങ്ങോ, ലിജോ ഒരു തിയേറ്റർ രംഗത്തെ അധികാരനായി മാറേണ്ടതായിരുന്നു. കൊച്ചു വഴിതെറ്റി മാധ്യമപ്രവർത്തനായി മാറിയതാണ്. സത്യം. എനിക്ക് ആ കാര്യത്തിൽ ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ ഈ തിയേറ്റർ, ഞാൻ സാധാരണ നാടകമൊന്നും അങ്ങനെ കാണാൻ പോകാറില്ല. എനിക്ക് സങ്കടമുള്ളൊരു കേസാണ്. കാരണം ആ തിയേറ്റർ അല്ലെങ്കിൽ വേദി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എനർജി ഉണ്ട്, ആൾക്കൂട്ടത്തിൽ നിന്ന് കിട്ടുന്നത്. അത് നഷ്ടപ്പെട്ടു പോയതിൻ്റെ വലിയൊരു സങ്കടമുള്ള ഒരാളാണ്. നമ്മൾ വിചാരിച്ച വഴിയിലൂടെ നമുക്ക് പോകാൻ കഴിയാതെ വരുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സങ്കടമല്ല. അതുകൊണ്ട് തന്നെ നാടകം, തിയേറ്റർ, അഭിനയം, ആളുകളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വൈബ് അല്ലെങ്കിൽ ആ കണക്ഷൻ നമുക്ക് വല്ലാണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അത് ഉള്ളൊരു സങ്കടമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ കലോത്സവമൊക്കെ വരുമ്പോൾ എനിക്ക്, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് നമ്മളിങ്ങനെ പറന്ന് നടന്ന് വേദി, അതെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു കലോത്സവം മുഴുവൻ ഒരു സംഘാടനവും കാര്യങ്ങളും? എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഒരു ടീം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല. പലരെയും നമ്മൾ ആദ്യമായിട്ട്, ഇപ്പം നമ്മൾ പുതിയൊരു ചാനലാണ്, അപ്പോൾ പലരും പല സ്ഥലത്തു നിന്ന് വരുന്നവരാണ്. ഇവരെ എങ്ങനെയായിരിക്കും കൊണ്ടുപോകും, അപ്പം സ്റ്റോറി ചെയ്യുന്നവർ ഏത് മൂഡ് ഓഫ് സ്റ്റോറി ചെയ്യുന്നവരാണ്, ലൈവ് ചെയ്യുന്ന സഹിനെ പോലുള്ള ആളുകൾ ലൈവിൽ അങ്ങനെ വിറവൽ വരുന്ന ആളാണ്. അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ ആ തരത്തിൽ അവർക്കുള്ള അങ്ങനെ നമ്മൾ അങ്ങനെയും കൂടെ ചിന്തിച്ചിരുന്നു. എല്ലാവർക്കും സ്പേസും കൂടെ കൊടുക്കുക, ഒരേപോലെ സ്പേസ് വരണം, എല്ലാവരുടെയും സ്റ്റോറികൾ ഓൺ എയറിൽ പോകണം. ഇവിടുന്ന് വന്ന മുഴുവൻ ആളുകളുണ്ട് ഇതിൽ വരണം എന്നുള്ളത് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഏകദാണ്ടൊക്കെ സുചന്ദ്രനും അങ്ങനെ ഒരു ഡിസ്കഷൻ, നല്ല ഭയങ്കര ആരോഗ്യകരമായ ഒരു ഡിസ്കഷൻ സുചന്ദ്രനായിട്ടും മഹേഷേട്ടനായിട്ടൊക്കെ നടന്നുകൊണ്ട് തന്നെ എല്ലാവരും അതേപോലെ കൊണ്ടുവരാൻ പറ്റും. അതിൽ വലിയ സന്തോഷമുണ്ട്. ആ ഒരു ടീം എന്ന നിലയ്ക്ക് ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായ സന്തോഷത്തോടെയും പറയാം, എണ്ണം പറഞ്ഞ് കുറേ വാർത്ത
ചെയ്യുന്ന കുറേ ഒരു പുതിയതായുള്ള കുട്ടികൾ, അങ്ങനെയുള്ള ആളുകളെ ഇവിടുന്ന് വന്നു. അവർ ആ വാർത്ത എഴുതാൻ അല്ലെങ്കിൽ വാർത്ത എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നല്ല വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ആളുകളായിട്ടുള്ള കുറേ കുട്ടികൾ വന്നു. അതും വലിയൊരു സന്തോഷമാണ്. ഒരു ടീമിനെ ബിൽഡ് ചെയ്തു എന്നുള്ള ഒരു സന്തോഷമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത് എനിക്ക് അറിയില്ല. നമ്മുടെ എഡിറ്റർമാര് അല്ലെ, എടുത്തു പറയണം, ഉറക്കമില്ലാതെ ഇരുന്ന് ഇതെല്ലാം എഡിറ്റ് ചെയ്ത് തട്ടിക്കൂട്ടിയ നമ്മുടെ എഡിറ്റർമാർ, വൃത്തിക്ക് എഡിറ്റ് ചെയ്ത് വിട്ട എഡിറ്റർമാര്, നമ്മുടെ ക്യാമറാമാൻമാര്, എല്ലാ ബ്യൂറോകളിലും രാവും പകലും ഇല്ലാതെ വെയിലും മഴയും നോങ്ങാതെ പേരുണ്ട് നമ്മുടെ പുറകിൽ നിൽക്കുന്നത് പോലെ ഷീന ഒരേപോലെ ഷീന കൂടി വന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ ഷീന പ്രൊഡക്ഷനും ഒപ്പം സ്റ്റോറിയും ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവർ ചെയ്തു അല്ലെങ്കിൽ അത്ര ഞാനത് എണ്ണം കൊണ്ടല്ല, പക്ഷെ എന്നാൽ പോലും എല്ലാവരും പോലെ ഈ ദിവസങ്ങളിൽ 5 or 6 സ്റ്റോറികളും ഈ പ്രൊഡക്ഷന് ശേഷം രാവിലത്തെയും നമുക്ക് 7 മണിക്ക് പ്രൊഡക്ഷൻ ഉണ്ട്, 5 മണിക്കുണ്ട്, അതിനുശേഷം വൈകുന്നേരം 7 മണിക്കുണ്ട്. അതിനിടയിൽ എഡിറ്റ് ചെയ്യും, പിറ്റേ ദിവസം രാവിലെ വന്ന് പ്രൊഡക്ഷൻ നിൽക്കും. അതൊരു ആ ഒരു കപ്പാസിറ്റി കാണിച്ചിട്ടുണ്ട് എന്നുള്ള രസമാണ്. എങ്ങനെ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് കാണണമെന്ന് വിചാരിച്ച പല പരിപാടികളും കാണാൻ പറ്റിയിട്ടില്ല. ഈ പറഞ്ഞ പോലെ തിരക്കായത് കൊണ്ട് നാടകം കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. നാടകം ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലിജോ ചേട്ടനോട്, എന്നെ വിട്ടില്ല, എനിക്ക് സമയം തന്നില്ല. അതിന്റെ തലേ ദിവസം തന്നെ ഈവനിങ് ഷോയ്ക്ക് ഇട്ടു. അതിന്റെ അങ്ങനെ അങ്ങനെ അതുകൊണ്ട് നല്ല തിരക്കായി പോയി. കുറച്ചൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി. ബാക്കി പ്രോഗ്രാമുകൾ, അത്യാവശ്യം പ്രോഗ്രാമുകളൊക്കെ നന്നായി കൊണ്ടുപോകാൻ പറ്റി എന്നാണ് വിശ്വാസം. ചന്ദ്രൻ എവിടെ പോയി? അപ്പോൾ നമ്മുടെ സുജിത്ത്, ഞങ്ങൾ കുറച്ചു കാലം ഒന്നിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുറച്ചുകൂടി നമ്മൾ എന്താ പറയാ അടുപ്പം. ഞാൻ ട്രെയിനി റിപ്പോർട്ടറായിട്ട് വരുമ്പോൾ ആദ്യം എന്നെ കുറച്ച് ദിവസം ഇടുന്നത് ട്രിവാൻഡ്രം ബ്യൂറോയില. അന്ന് അവിടുത്തെ രണ്ടാമനായിരുന്നു ചേട്ടൻ അല്ലേ. പിന്നെ മഹേഷേട്ടൻ പുറത്തു പോയി, തിരിച്ചു വന്ന് മഹേഷേട്ടൻ്റെ കൂടെ ഈ ടീമിൽ ജോയിൻ ചെയ്യാൻ പറ്റി. ഈ ടീമിനെ ഇങ്ങനെ ജെല്ല് ചെയ്യുന്ന ഒരു പോലെ ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു വലിയ സാറ്റിസ്ഫാക്ഷനിൽ സത്യമായിട്ടും എനിക്കുണ്ട്. ഇവന് നിങ്ങൾ പറഞ്ഞു തന്നെ, അതിന് മേലെ എന്താ പറയാനുള്ളത്? ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയിപ്പോ കൊച്ചി സ്റ്റുഡിയോന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ അതിന് മുൻപ് തന്നെ നമ്മുടെ വൈബ് പറയണം. അതിന് മുൻപ് നമ്മുടെ ഈ ആളുടെ ബർത്ത്ഡേ ആണ്, സഹിൻ ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. 41ാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്ന വന്ന പോലോ അപമാനിച്ചോണ്ടിരിക്കണേ. നിങ്ങളെല്ലാവരും കൂടെ എന്നെ അപമാനിക്കാൻ വേണ്ടിയാണ് സേതുവിനെ കൂടെ ജോയിൻ ചെയ്യിക്കണേ. ഞാൻ ഇതിൽ എടുത്തു പറയേണ്ട 3 പേരെന്ന് പറയുന്നത്, ഒന്ന് മഹേഷ്, ഒന്ന് ലിജോ, ഒന്ന് സുജിത്ത്. ആദ്യ ദിവസം മുതൽ ഇവർ രാത്രി പുലർച്ചെ 3 മണി വരെ ആദ്യ ദിവസം നിൽക്കേണ്ടി വന്നു. കാരണം നമ്മളൊരു ഓർഡർ ഒന്നും ആയിട്ടില്ലായിരുന്നു. ഈ ഒരു മഹേഷ് കൃത്യമായിരുന്നു. മഹേഷ് ഒരു സംഘാടനത്തിൽ ഒരിടത്തും പാലിച്ചിട്ടില്ല. അത് കൃത്യമായി ലിജോയ്ക്ക് ഇവിടെ എത്താൻ പറ്റി. 2 ദിവസം മുമ്പേ തന്നെ എത്തിയിരുന്നു. സുജിത്തും എത്തിയിരുന്നു. പിന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രമോ ആയിരുന്നു. പ്രമോ ഒന്നും പറയാനില്ലാത്ത പ്രമോ ആയിരുന്നു. ഒരു കുറ്റവും പറയാനില്ലാത്ത. അത് നിങ്ങളുടെ എഫേർട്ട് ഒന്ന് പ്രത്യേകം എടുക്കേണ്ട. അപ്പോ നമ്മുടെ ഫുൾ ടീമിനോട് നമ്മൾ താങ്ക്സ് പറയാണ്. കാരണം നമ്മുടെ എഡിറ്റേഴ്സ് ഉണ്ട്, ക്യാമറാമാൻമാരുണ്ട്, എല്ലാവരെയും. നമ്മുടെ സാരഥികൾ വാഹനം നിരന്തരം ഓടിച്ച് ഓരോ സ്ഥലങ്ങളിൽ എല്ലാവരോടുമുള്ള ഒരു നന്ദി നമ്മൾ പറയാണ് അല്ലേ ഈ ഘട്ടത്തിൽ. അപ്പൊ നമ്മൾ ഇന്നിപ്പോ ഇവിടുന്ന് പിരിയുന്നില്ല, നമ്മൾ പല വേദികളായിട്ട് പോവുകയാണ്. പക്ഷെ മോർണിംഗ് ഷോ, അതെ, നമ്മുടെ ഇന്നത്തെ മോർണിംഗ് ഷോ ഇവിടെ വൈൻഡപ്പ് ആക്കുകയാണ്. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ന്യൂസ് മലയാളത്തിന്റെ ഒരു ശക്തി കാണിക്കണം. അപ്പൊ എങ്ങനെയാ? ന്യൂസ് മലയാളം.